ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സെപ്പറേറ്റായി നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റും കാണുകയില്ല. ആ ഒരു അവസ്ഥയാണ് കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും കാണുകയില്ല, നിങ്ങൾ രണ്ടിടത്തായിരിക്കാം. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ വളരെയധികം, അതായത് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം. വളരെയധികം പെയിൻഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. കാരണം ആ ഒരു വ്യക്തിക്ക് ഒരു ചതി നേരിട്ടതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തി പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തിയുടെ പുറകിൽ നിന്ന് കുത്തുകിട്ടിയ ഒരു അവസ്ഥയാണുള്ളത്. കാരണം ആ ഒരു വ്യക്തി ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ ആ ഒരു വ്യക്തി ഒരു ചതി നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം, അതായത് ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഓർത്തിട്ട് വളരെയധികം കുറ്റബോധമുണ്ട്. കാരണം ഒന്നും വേണ്ടിയിരുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ചതി നേരിടേണ്ടി വന്നത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. കാരണം വളരെയധികം പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കാം. എന്തെങ്കിലും ഭയങ്കരമായിട്ട് വലിയ ഡിപ്രഷനോ കാര്യങ്ങളോ ഒക്കെ കാണും. ഈ ഒരു വ്യക്തിക്ക് ഹെഡേക്ക് കാണാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. എന്തായാലും ഈ ഒരു വ്യക്തിക്ക് ഉറക്കം പോലും ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു വ്യക്തിക്ക് ഫുഡ് കഴിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. വളരെയധികം പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. എന്തോ അവരുടെ ലൈഫിലൊരു ചതി നേരിട്ടതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെയധികം വലിയൊരു ചതി. അത് ആ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് ചെയ്തതിൻ്റെ ആ ഒരു കർമ്മയായിരിക്കാം ആ ഒരു പേഴ്സണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തി വളരെയധികം സങ്കടത്തിലാണ്, നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നു. ഈ ഒരു പേഴ്സൺ കരയുന്നത് കണ്ടോ? അത് ഈ ഒരു പേഴ്സൺ കരയുന്നത് നിങ്ങളെ ഓർത്തിട്ടാണ്. കാരണം നിങ്ങൾ എന്തുമാത്രം, അതായത് ഈ ഒരു പേഴ്സൺ ചതിച്ച സമയത്ത്, അതായത് നിങ്ങളെ ചതിച്ച സമയത്ത് നിങ്ങൾ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ട് എന്നോർത്തായിരിക്കാം ഈ ഒരു പേഴ്സൺ കരയുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തി വളരെയധികം സങ്കടത്തിലാണ്. എന്തായാലും ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള എനർജി നോക്കാം. ഫീലിങ്സ്, നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അവർ നിൽക്കുന്ന സിറ്റുവേഷനിൽ വളരെയധികം സഫർ ചെയ്താണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ ദി ഹെർമിറ്റാണ് കിട്ടിയത്. നിങ്ങൾ രണ്ടുപേരും രണ്ടിടത്തായിരിക്കാം, പക്ഷേ ആ ഒരു പേഴ്സൺ ഒരു ചതി നേരിട്ടതായിട്ടും കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം എങ്ങനെയും എൻ്റെ ആക്കി, അതായത് വളരെയധികം പെയിൻ സഹിക്കുകയാണ് ഒറ്റയ്ക്ക് നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വിഷമങ്ങളെല്ലാം തന്നെ യൂണിവേഴ്സിൽ ഈ ഒരു പേഴ്സൺ സറണ്ടർ ചെയ്ത് കഴിഞ്ഞു. കാരണം പാസ്റ്റിൻ്റെ മിസ്റ്റേക്ക് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ ദൈവവുമായി കൂടുതൽ അടുക്കാനായിട്ട് ഇടവന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ തെറ്റുകളെല്ലാം ദൈവത്തോട് ഏറ്റുപറഞ്ഞ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നു. ഇപ്പോൾ ആ ഒരു വ്യക്തി ഹീൽ ചെയ്യുകയാണ്.
കാരണം അവർക്ക് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇതിനോടകം തന്നെ അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ഒരുപാട് മുറിവുകൾ ഈ ഒരു പേഴ്സണ് കൊടുത്തിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഹീൽ ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു പേഴ്സൺ അവരുടെ ലൈഫിനെ കുറിച്ച് ഓർത്തൊരു പ്രതീക്ഷയുണ്ട്. കാരണം അവരുടെ അതായത് അനുഭവിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം അവസാനിച്ചല്ലോ എന്നുള്ള രീതിയിൽ ആശ്വസിക്കുന്നതായിട്ടും കാണുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ ലൈഫിനെ കുറിച്ച് ഓർത്ത ഒരു പ്രതീക്ഷയുണ്ട്. അപ്പം എന്തൊക്കെയാണെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ട്രെങ്ത് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹം ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തിക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ വരുന്നത്. വളരെയധികം പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് വരുന്നുണ്ട്. കാരണം നിങ്ങളുടെ ആ ഒരു പേഴ്സണും നിങ്ങളും പോയ ആ ഒരു സൈക്കിളുണ്ടല്ലോ, അതൊരു കർമ്മയായിരുന്നു. നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയതും ഒരു കർമ്മയുടെ ഫലമായിട്ടാണ്, അല്ലെ തേർഡ് പാർട്ടിയിൽ നിന്ന് ലഭിക്കേണ്ട ഒരു കർമ്മയായിരിക്കാം. അപ്പോൾ എന്തൊക്കെയാണേലും ഈ ഒരു സൈക്കിൾ അവസാനിച്ച സമയത്ത് ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് അനുഭവങ്ങളും അതുപോലെ തന്നെ അനുഭവിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസും അതുപോലെ തന്നെ ഒരുപാട് പാഠങ്ങളും പഠിച്ചതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സൈക്കിൾ എൻഡായ സമയത്ത് ഈ ഒരു പേഴ്സൺ ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്നു. ഇത്രയും നാൾ ഞാൻ പറഞ്ഞില്ല ഇവർക്കൊരു ചതി നേരിട്ടു. അപ്പം ചിലപ്പോൾ ഈ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അപ്പം നിങ്ങളുമായിട്ട് അതായത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളോട് വളരെയധികം ഒരു സ്നേഹം തോന്നുകയാണ്. വളരെയധികം എന്ന് വെച്ചാൽ വളരെയധികം ഒരു അൺകണ്ടീഷണലായിട്ടുള്ളൊരു പ്രണയം തോന്നുകയാണ്. കാരണം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നിങ്ങളോടൊരു പ്രത്യേകിച്ചൊരു ഇഷ്ടം തോന്നുന്നുണ്ട് ഈ ഒരു പേഴ്സണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള ജീവിതമാണ് ഈ ഒരു സമയം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഏത് സമയവും നിങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകളായിരിക്കാം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ. കാരണം നിങ്ങളെ ഓർക്കുമ്പോഴായിരിക്കാം അവർക്കൊരു ആശ്വാസം ലഭിക്കുന്നത്. കാരണം അവർ ഓൾറെഡി പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലായതുകൊണ്ട് തന്നെ നിങ്ങളെ ഓർക്കുന്ന സമയത്ത് അവർക്കൊരു സന്തോഷവും സമാധാനവും ലഭിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. യൂണിവേഴ്സ്, നൈറ്റ് ഓഫ് വാൻസ്, ഫ്യൂച്ചർ എന്താണ് യൂണിവേഴ്സ്? യെസ്. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ അതായത് ഈ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുത്ത് വളരെ വേഗം നിങ്ങളിലേക്ക് വരണം എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി വേണം, എക്സിസ്റ്റൻസ് വേണം, അതായത് ഇത് എക്കാലവും നിലനിൽക്കണം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ വളരെ വേഗം ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ അരികിലേക്ക് എത്തണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അവർ നിൽക്കുന്ന സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ രണ്ടിടത്തായിരിക്കാം നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണം, അതായത് ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ ഒരു വെളിച്ചം കൊണ്ടുവരാനായിട്ട് ഈ ഒരു പേഴ്സൺ വരുന്നതാണ്. അതായത് ഈ ഒരു പേഴ്സൺ ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു നിങ്ങളായിരുന്നു അവർക്ക് സന്തോഷവും സമാധാനവും കൊടുത്തിരുന്നത്. കാരണം അവർ പോയ സിറ്റുവേഷനിലെല്ലാം ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനാണ് നൽകിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള വരവാണ് നിങ്ങളുടെ ഇടയിലേക്ക്. അപ്പം നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ആ ഒരു ലൈഫിനെ കുറിച്ച് ഓർത്തിട്ട് വളരെയധികം സ്വപ്നം കാണുകയായിരിക്കാം. നിങ്ങളുടെ പേഴ്സണിൻ്റെ സോൾ മെസ്സേജാണ് നോക്കുന്നത്. എന്താണ് വ്യൂവേഴ്സിനോട് പറയാനുള്ളത്?
യെസ്. ഈ ഒരു പേഴ്സൺ നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിച്ചിരിക്കുകയാണ്. കാരണം അവർ ഓൾറെഡി പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോഴാണ് അവർക്കൊരു സന്തോഷമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റീയൂണിയനാണ് ഈ ഒരു സമയം ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലൈഫിനെ പറ്റിയിട്ട് ഇപ്പോൾ സ്വപ്നം കാണുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഫീലും ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഓർക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അവരുടെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ ഈ ഒരു പേഴ്സൺ എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നുള്ളൊരു ലക്ഷ്യബോധം വന്നതായിട്ട് കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്ന് ചിന്തിക്കുന്നു. നമുക്ക് ചാരിറ്റ് കാർഡ് പറയുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതാണ്. അത് നിങ്ങൾക്കൊരു ഓഫറുമായി, അല്ലെങ്കിൽ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റുമായി. അതാണ് കാണുന്നത്. കുറച്ചുകൂടെ കാർഡ്സ് നോക്കാം. എന്താണ് വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയുകയാണ്, അതായത് ഇപ്പോൾ ആ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ അരിയിലേക്ക് വരാനായിട്ട് ഇപ്പോൾ തയ്യാറെടുക്കുകയാണ്. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിനെക്കുറിച്ച് ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു പ്രതീക്ഷയുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഹീൽ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇവർക്കൊരു ചതി നേരിട്ടു, അതിലൊരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അവരുടെ സോളിന്. ഇപ്പോൾ ആ ഒരു വ്യക്തി ഹീൽ ചെയ്യുകയാണ്. കാരണം നിങ്ങളുടെ അരിയിലേക്ക് ഒരു പ്രപ്പോസലായി എത്താൻ വേണ്ടിയിട്ട്. അപ്പം പുതിയൊരാളായി വരണമല്ലോ നിങ്ങളുടെ അരിയിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരിക്കാം. എന്തായാലും വളരെ പോസിറ്റീവ് ആയിരുന്നു. വ്യൂവേഴ്സിന് കൊടുക്കാനുള്ള ഗൈഡൻസ് ഈ ഒരു സമയം നിങ്ങൾ ചേഞ്ച് ആകണം. കാരണം നിങ്ങൾ ചേഞ്ച് ആയാൽ മാത്രമേ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു ബ്ലെസ്സിങ്സ് എല്ലാം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തോന്നും. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരുമോ എന്നൊക്കെയുള്ള ഒരു തോട്ട്സ് ഉണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ വേണം ചേഞ്ച് ആവാനായിട്ട് ഈ ഒരു സമയം. നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം ചേഞ്ച് ആകുക. നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു വരിക. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. 2-3 കാർഡുകൾ നോക്കാം. എങ്കിൽ മാത്രമേ ആ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കിയാൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസിലേക്ക് ആവുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആവേണ്ടതുണ്ട്. നിങ്ങൾ ഓൾറെഡി ചേഞ്ച് ആവണം, പക്ഷെ നിങ്ങൾ സ്ട്രോങ് ആവേണ്ടതുണ്ട്. കാരണം പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ സ്ട്രെങ്ത് കുറച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഇന്നർ പവർ മനസ്സിലാക്കി, അതായത് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലൊരു ഇന്നർ പവർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇന്നർ പവറിനെ മനസ്സിലാക്കണം ഈ ഒരു സമയം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഇനി എന്ത് സിറ്റുവേഷൻസ് വന്നാലും അതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്. ഈ ഒരു സമയം കരഞ്ഞുകൊണ്ടിരിക്കേണ്ടവരല്ല നിങ്ങൾ. കാരണം കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ ചേഞ്ച് ആകുമോ? ഒരിക്കലുമില്ല. ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു വിഷമങ്ങളും, അല്ലെങ്കിൽ ആ ഒരു ഭയങ്ങളും, അല്ലെങ്കിൽ ലൈഫിൻ്റെ കൺഫ്യൂഷൻസും എല്ലാം ഒഴിവാക്കി നിങ്ങളുടെ സോളിനെ ഹീൽ ചെയ്യുക. അതിന് നിങ്ങൾക്ക് വേണ്ടത് റെസ്റ്റാണ്. ഈ ഒരു സമയം നിങ്ങൾ റെസ്റ്റ് ചെയ്യുക. റെസ്റ്റ് ചെയ്ത് നിങ്ങൾ പുതിയൊരാളായി മാറുക. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആദ്യത്തെ കാർഡ് കിട്ടിയത്. നിങ്ങൾ ചേഞ്ച് ആവുക. നിങ്ങളുടെ ആ ഒരു സോളിനെ ഹീൽ ചെയ്യിക്കുക. നിങ്ങൾ ഹീൽ ചെയ്ത് നിങ്ങളുടെ ലൈഫിലും ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരിക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അല്ലാതെ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടവരല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും സാധിക്കുന്നുണ്ടാവില്ല ഈ ഒരു പാസ്റ്റിൻ്റെ വേദനകളെല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആവുക. ഈ ഒരു സിറ്റുവേഷനിൽ സ്ട്രോങ് ആയി നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ റെജുനേറ്റ് ആവുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് 1979,
നമ്പർ 7 1975. മകരം മന്ത്, തൃശ്ശൂർ 2001. വിശാഖം നക്ഷത്രം, സോൾമേറ്റ് കണക്ഷൻ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ, 2 months, യെസ് പോസിബിൾ. പത്തനംതിട്ട, ദുബായ്, ഫുട്ബോൾ. തിരുവാതിര നക്ഷത്രം, തുലാം, യെല്ലോ കളർ, 1982. സോങ്സ് 2 weeks. തിരുവോണം നക്ഷത്രം 38. അബ്രോഡ് വിത്തിൻ 48 hours. നമ്പർ 20. കണ്ണൂർ 1990. ലെറ്റർ W, 3 weeks. മറൂൺ 49. മൂവീസ് ഡിസംബർ 42. പൂയം നക്ഷത്രം 1991. മെയ് മന്ത്, കുംഭം, ഇൻഡിഗോ കളർ, ലെറ്റർ D, 1992. കോഴിക്കോട്, ആലപ്പുഴ ഡിസ്ട്രിക്റ്റ്, നമ്പർ 18. സൺഡേ 41. അത്തം നക്ഷത്രം, നമ്പർ 8 23. 1994. എടവം, രോഹിണി നക്ഷത്രം, നമ്പർ 31. 62. നമ്പർ 6. ഗ്രേ കളർ, തൃട്ടാതി നക്ഷത്രം, ലെറ്റർ H. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ്. എന്തായാലും ഇന്നത്തെ റീഡിങ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ എനർജി ലോസ് ആവുന്നതായിട്ട് തോന്നുന്നു. ചിലപ്പോൾ നിങ്ങൾ വളരെ ഒരു നെഗറ്റീവ് അടിച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കാം, എന്തോ അറിയില്ല. എന്തായാലും ഒരു എനർജി ലോസ് വന്നതുപോലെ ഫീൽ ചെയ്യുന്നു.